അക്കൗണ്ടിംഗ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൾഫ് അക്കൗണ്ടിംഗ് കോഴ്സ് തന്നെയാണ്. ഇന്നത്തെ ഈ മത്സര ലോകത്ത് ഡിഗ്രി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. പല കമ്പനികളും തേടുന്ന നല്ല പ്രാക്ടിക്കൽ സ്കില്ലുള്ള അക്കൗണ്ടന്റുകളെയാണ്. അതിനുവേണ്ടി ഫിൻതാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഓൺലൈൻ ഗൾഫ് അക്കൗണ്ടിംഗ് കോഴ്സ്. ഇതിലൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ്, ടാലി പ്രൈം, സോഹോ ബുക്ക്, അഡ്വാൻസ് എക്സൽ, GST, UAE കോർപ്പറേറ്റ് ടാക്സ്, GCC വാറ്റ് എല്ലാം പഠിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ടൈമിൽ ഓൺലൈനായിട്ട് പ്രാക്ടിക്കലോട് കൂടിയിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലോ ഗൾഫ് രാജ്യങ്ങളിലോ അക്കൗണ്ടിംഗ് മേഖലയിൽ മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോ ലേൺ ടുഡേ ആൻഡ് ഗെറ്റ് ജോബ് ഫോർ ടുമോറോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്പനി ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയേറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ആയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പോയിട്ട് മൾട്ടി ക്രിയേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രണ്ട് രീതിസും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും AM എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത്. അപ്പൊ നമ്മൾ ഈ കമ്പനിയിൽ നമ്മളിപ്പോൾ ഫിൻതാൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ ചെയ്യുന്നത് ഈ ഒരു AM എന്റർപ്രൈസിൽ വെച്ചിട്ടാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാലി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്ത് വെച്ചു, അതേപോലെ ടാലിയുടെ ഇതും ഓപ്പൺ ചെയ്തു. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്ത് മൗസുമ്പോൾ മാത്രം ക്ലിക്ക് ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക, ആൾട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാലിയുടെ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനി സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ കമ്പനിയുടെ ക്രിയേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം കമ്പനി ഡാറ്റ പാത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പേരിലുള്ള ആ ഒരു ഫോൾഡർ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഓരോ കമ്പനി ചെയ്യുമ്പോഴും നോക്കുക നമ്മുടെ പേരിൽ തന്നെ അല്ലേ, ഫോൾഡർ തന്നെ അല്ലേ സേവ് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കമ്പനിയുടെ പേര് കൊടുക്കാം, AM എന്റർപ്രൈസ്. ഓക്കെ, അഡ്രസ് കൊടുക്കാം. അപ്പൊ നമുക്ക് മലപ്പുറം മഞ്ചേരി തന്നെ കൊടുക്കും കേട്ടോ. ഓക്കെ, കേരള. നമുക്ക് പിൻകോഡ് കൊടുക്കാം. പിന്നെ മൊബൈൽ നമ്പർ, അതുപോലെ ടെലിഫോൺ നമ്പർ, ഫാക്സ്, ഇമെയിൽ ID ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ എന്റർപ്രൈസസിൽ ജസ്റ്റ് നമുക്ക് ലെഡ്ജർ ക്രിയേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് കമ്പനിയെ കുറിച്ച് തരാത്തത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം എന്നാണ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ ഇയർ April 1 മുതൽ March 31 വരെയാണെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിനാൻഷ്യൽ ഇയർ വരുന്നത് 1/4/2013 ടു 31/3/2014 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1/4/2013 ഫിനാൻഷ്യൽ ഇയർ കൊടുത്തു. ഈ ഒരു വർഷത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ AM എന്റർപ്രൈസസിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പനി എന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഡേറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഈ ഒരു കമ്പനിയിൽ നമുക്ക് അങ്ങനെ ഒരു ഡേറ്റ് ഒന്നും തന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ് തന്നെ ഇതിന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. Ctrl A കൊടുത്തിട്ട് സേവ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ പറയുന്നുണ്ട് എനേബിൾ ദ ഫീച്ചേഴ്സ് ആസ് ഫോർ യുവർ ബിസിനസ് നീഡ്സ്. അപ്പൊ നമുക്ക് ഈ ഒരു എയർ എന്റർപ്രൈസസിൽ നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. അടുത്ത എനേബിൾ ബിൽ വൈസ് എൻട്രി എന്ന് പറഞ്ഞാൽ പർച്ചേസും സെയിൽസും ഒക്കെ വരുമ്പോഴാണ്. അപ്പൊ നമുക്ക് അതിപ്പോ നമ്മൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്കിത് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ഇൻവെന്ററി, മെയിൻറ്റെയിൻ ഇൻവെന്ററി എന്ന സ്റ്റോക്ക് ഐറ്റം ഒക്കെ വരുന്നതാണ്. അപ്പൊ നമ്മളിപ്പോൾ സ്റ്റോക്ക് ഐറ്റം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അല്ല ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു AM എന്റർപ്രൈസസിൽ ഇതിന്റെ ആവശ്യമില്ലാത്തത് അതും ഡിസേബിൾ ചെയ്യുന്നു. പിന്നെ അടുത്ത വരുന്നതാണ് ടാക്സാഷൻ. ഇപ്പൊ നമ്മൾ GST ഒന്നും വെച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇതും ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം നമ്മൾ എനേബിൾ ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം. Ctrl A കൊടുത്ത് സേവ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വിൻഡോ വരും. ഓക്കെ,
ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ലെഡ്ജർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ക്രിയേറ്റിൽ പോവാം. ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ്, അതേപോലെ ലെഡ്ജർ, പിന്നെ അതുപോലെ കറൻസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോട്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ലെഡ്ജർ ആണ് ചെയ്യാൻ പോകുന്നത്. ലെഡ്ജർ ഓപ്പൺ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതിൽ നെയിം കൊടുക്കാനുണ്ട്, അതുപോലെ അണ്ടർ, പിന്നെ ടൈപ്പ് ഓഫ് ലെഡ്ജർ കൊടുക്കാനുണ്ട്, പിന്നെ മെയിലിംഗ് അഡ്രസ്സ്, പിന്നെ അതുപോലെ ബാങ്കിങ് ഡീറ്റെയിൽസ്, ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, ഓപ്പണിംഗ് ബാലൻസ്, ഇത്രയാണ് ലെഡ്ജറിൽ കൊടുക്കാൻ വരുന്നത്. അതിനു മുമ്പ് നമുക്ക് ഒരു ആയിട്ട് നമുക്ക് 2 ലെഡ്ജർ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് ആൾട്ടറിൽ പോവാം. ആൾട്ടറിൽ നമുക്ക് 2 ഡിഫോൾട്ട് ആയിട്ട് ലെഡ്ജർ വരുന്നുണ്ട്. ലെഡ്ജർ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്യാഷ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഈ 2 ലെഡ്ജറും ഡിഫോൾട്ട് ആയിട്ട് പിന്നെ ടാലിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 2 ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യണ്ട. അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് ക്രിയേറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ലെഡ്ജർ കൊടുക്കുന്നു. ഇനി നമുക്ക് നെയിം കൊടുക്കാം. ഏതെങ്കിലും നോക്കിയിട്ട് നമുക്ക് നെയിം ക്യാപിറ്റൽ എന്നാണ് ഫസ്റ്റ് ലെഡ്ജർ വരുന്നത്. ക്യാപിറ്റൽ കൊടുക്കാം. ക്യാപിറ്റൽ. അണ്ടർ വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട്സ് അവിടെ വന്നിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പ്സുകൾ വരുന്നതാണ് കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. പിന്നെ പറയുന്നത് മെയിലിംഗ് അഡ്രസ് ആണ്. മെയിലിംഗ് അഡ്രസ് മീൻസ് പിന്നെ അപ്പൊ നമ്മള് ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റർ ആണല്ലോ ക്യാപിറ്റൽ. അപ്പൊ അവരെ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിലിംഗ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അഡ്രസ്സ് അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. സ്റ്റേറ്റ് കൊടുക്കാം, കൺട്രി കൊടുക്കാം, പിൻകോഡ്, അതുപോലെ അവരെ ബാങ്കിങ് ഡീറ്റെയിൽസ്, ടാക്സ് രജിസ്ട്രേഷൻ, പാൻ നമ്പർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ്, ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 36,000 ആണ് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത്. 36,000 എൻ്റർ അടിക്കുക. എന്നിട്ട് ഇവിടെ ക്രെഡിറ്റ് എന്ന് വരുന്നത്, അപ്പൊ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ അത് ക്രെഡിറ്റ് ആണ്. അപ്പൊ ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. എൻ്റർ അടിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ലെഡ്ജർ ക്രിയേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് സേവ് ആയിട്ടുണ്ട്. അടുത്ത ഒന്നും കൂടെ നമുക്ക് സിംഗിൾ ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രോയിങ് ആണ്. ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, അപ്പൊ അവര് പേഴ്സണൽ യൂസേജിന് വേണ്ടിയിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഡ്രോയിങ്സ് കൊടുക്കുന്നു. ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് അണ്ടർ വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് 12,000 ആണ്. 12,000. ഓക്കെ, അത് ക്രെഡിറ്റ് ആണ് കിടക്കുന്നത്. അപ്പൊ അത് ഡെബിറ്റ് ആണ്, കാരണം ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് ആണ്. കാരണം നമ്മൾ ക്യാപിറ്റൽ ക്രെഡിറ്റ്, അതിന് നമ്മൾ പൈസ വിഡ്രോ ചെയ്തിട്ട് അവർക്ക് തന്നെ പേഴ്സണൽ യൂസിന് ആവശ്യത്തിന് വേണ്ടി കൊടുക്കല്ലേ. അപ്പൊ അത് ഡെബിറ്റിലാണ് വരിക. ഡെബിറ്റ് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിത് എല്ലാ ലെഡ്ജറും നമുക്ക് സിംഗിൾ ആയിട്ട് ചെയ്യാം, പക്ഷെ ഒരുപാട് സമയം എടുക്കും. നമുക്ക് മൾട്ടി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്ര സമയം എടുക്കുന്നില്ല, നമുക്ക് ഒരുപാട് ലെഡ്ജർ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. അപ്പോ ഇത്രയും കാര്യം, നെയിം, അതേപോലെ അണ്ടർ, പിന്നെ അഡ്രസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ബാങ്കിങ് ഡീറ്റെയിൽസ്, ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, പിന്നെ ഓപ്പണിംഗ് ബാലൻസ്. ഇത്രയാണ് ലെഡ്ജറിൽ നമുക്ക് സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ മൾട്ടി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുക്കാനുണ്ടായാലും സിമ്പിൾ ആയിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അത് നമുക്ക് എന്താണ്, ഗേറ്റ് വേ ഓഫ് ടാലിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് പിന്നെ എന്താ ഗേറ്റ് വേ ഓഫ് ടാലിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ മൾട്ടി ക്രിയേറ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, ലെഡ്ജർ എടുക്കുക. അപ്പൊ ഇതുപോലൊരു വിൻഡോ ആണ് നിങ്ങൾക്ക് വരിക. ഇവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞ അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കറണ്ട് അസറ്റ് കുറെ ലിസ്റ്റ്, അതേപോലെ ലയബിലിറ്റി ലിസ്റ്റ്, കറണ്ട് ലയബിലിറ്റി, ലോൺസ് ആൻഡ് ലയബിലിറ്റി, എക്സ്പെൻസ്, അങ്ങനെ 28 ഗ്രൂപ്പ് 4 ലെഡ്ജേഴ്സ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് ആൾട്ട് എച്ച് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൾട്ടി ക്രിയേറ്റ്, അതുപോലെ മൾട്ടി ആൾട്ടർ, ക്രെഡിറ്റ് ലിമിറ്റ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് മൾട്ടി ആൾട്ടർ ചെയ്യാന്നൊക്കെ നോക്കാം.
അപ്പോൾ അതുപോലെ നമ്മൾ എന്താ വെച്ചാൽ സിംഗിൾ ആയിട്ട് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ആൾട്ടർ ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നുകൂടെ നോക്കാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മൾട്ടി ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക, മൾട്ടി ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അണ്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓൾ ഐറ്റംസ്, പിന്നെ നെയിം ഓഫ്, പിന്നെ സീരിയൽ നമ്പർ ഉണ്ട്, പിന്നെ നെയിം ഓഫ് ലെഡ്ജർ നമുക്ക് ഇവിടെ കൊടുക്കണം. അണ്ടർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, 28 ഗ്രൂപ്പില്ല, എത്ര ഗ്രൂപ്പുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓപ്പണിംഗ് ബാലൻസ്, ഇത്രയാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്ന് കൊടുത്തു നോക്കാം. ഇപ്പൊ ക്യാപിറ്റല് അതുപോലെ നമ്മൾ ഡ്രോയിങ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കൊടുക്കാനുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് കൊടുക്കാം. എമൗണ്ട് കൊടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് 30,000 ആണ്. അപ്പൊ നമുക്ക് എമൗണ്ട് കൊടുക്കാം. 30,000 എൻ്റർ അടിക്കാം. എന്നിട്ട് നമുക്ക് അടുത്തത് കൊടുക്കാം. അടുത്തത് വരുന്നത് ട്രേഡ് എക്സ്പെൻസ് ആണ്. ട്രേഡ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, 775. ട്രേഡ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, 775. ഇനി നമുക്ക് ഇങ്ങനെ ഓരോ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എമൗണ്ട് വരുന്നത് 5,700 ആണ്, 5,700. ഇനി നമുക്ക് അടുത്ത കൊടുക്കാം. അടുത്തത് അഡ്വർടൈസ്മെന്റ് 420. അഡ്വർടൈസ്മെന്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, 420. അടുത്തത് വരുന്നത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് അലൗഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കേട്ടോ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യാം. എൻ്റർ അടിച്ചാൽ മതി കേട്ടോ സെലക്ട് ചെയ്യാൻ. എമൗണ്ട് വരുന്നത് 550 ആണ്, 550. അടുത്തത് വരുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ നമ്മൾ കിട്ടാക്കടം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും. നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോ ഒരു രാഹുൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്തു, സെയിൽ ചെയ്തപ്പോൾ ആൾക്ക് ഒരു 10,000 രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്തത്. അപ്പൊ ആൾക്ക് നമ്മളൊരു ക്രെഡിറ്റ് പീരീഡ് ഒരു 1 മന്ത് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാസം കഴിഞ്ഞിട്ടും അയാളെ വിളിച്ചൊന്നും പേ ചെയ്യുന്നില്ല. അങ്ങനെ മാസങ്ങളും വർഷങ്ങളൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ അയാൾ തരുന്നേ ഇല്ല എമൗണ്ട് നമുക്ക്. പിന്നെ നമ്മളെ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ എന്താണ് ഇവര് തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാഡ് ഡെപ്റ്റ് കൊടുത്തിട്ടാണ് നമ്മളത് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബാഡ് ഡെപ്റ്റ് പറഞ്ഞാൽ കിട്ടാക്കടം, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എമൗണ്ട് വരുന്നത് 350. അടുത്തത് വരുന്നത് ബിസിനസ് പ്രിമൈസസ് ആണ്. ബിസിനസ് പ്രിമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് അതേപോലെ ബിൽഡിംഗ് ഒക്കെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കില്ല, അത് ഫിക്സ്ഡ് അസറ്റ് ആണ്. എമൗണ്ട് വരുന്നത് 6,000. ഫർണിച്ചർ ഫിക്സ്ഡ് അസറ്റ് ആണ്, ഫിക്സ്ഡ് അസറ്റ്. എമൗണ്ട് വരുന്നത് 5,600. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആൾട്ടറിൽ പോയിട്ട് അത് എഡിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് അവിടെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അവിടെ കൊടുക്കാൻ നോക്കാം. അടുത്തത് വരുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്.
പർച്ചേസ് റിട്ടേൺ, അണ്ടർ വരുന്നത് പർച്ചേസ് അക്കൗണ്ട്, അതിന്റെ എമൗണ്ട് വരുന്നത് 2400 ആണ്. പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് അല്ല ക്രെഡിറ്റ് ആണ്. പർച്ചേസിനെയാണ് ഡെബിറ്റ് ചെയ്യുക, പർച്ചേസ് റിട്ടേണിന് ക്രെഡിറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ആണ് അണ്ടർ വരിക. എമൗണ്ട് വരുന്നത് 74,000. ആൾട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ കാണാൻ പറ്റും കേട്ടോ. അടുത്തത് സെയിൽസ് റിട്ടേൺ 1700, സെയിൽസ് അക്കൗണ്ട് ആണ് വരിക 1700. ഇതും അതുപോലെ ക്രെഡിറ്റ് അല്ല, സെയിൽസിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ തിയറിയിൽ പഠിക്കുന്നതാണ്. സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ആകുമ്പോൾ അത് ഡെബിറ്റ് ആണ് വരിക. ഇനി അടുത്തത് വരുന്നത് സെയിൽസ് അക്കൗണ്ട് ആണ്. എമൗണ്ട് വരുന്നത് 1,23,000. ഓക്കെ, സെയിൽസ് ക്രെഡിറ്റ് ആണ്. അടുത്തത് വരുന്നത് വേജ് 3,500. വേജ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. ഡയറക്റ്റ് എക്സ്പെൻസ് 3,500. ഓക്കെ, നമുക്ക് അടുത്ത ചെയ്യാം കൺവെയൻസ് ചാർജ്. കൺവെയൻസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ചാർജ്, അതേപോലെ ബസ് ചാർജ് ഒക്കെയാണ് കൺവെയൻസ് ചാർജ് എന്ന് പറയാം. കൺവെയൻസ് ചാർജ് ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് വരുന്നത് 600. അടുത്തത് റെന്റ് ആൻഡ് റേസ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റെന്റ് ആൻഡ് റേസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് വരുന്നത് 1,860. അടുത്തത് വരുന്നത് ഇൻഷുറൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് വരുന്നത് 1000. ഇൻട്രസ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് വരുന്നത് 215. അടുത്തത് വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്, ഫിക്സ്ഡ് അസറ്റ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഫിക്സ്ഡ് അസറ്റ് എമൗണ്ട് 9,000. അടുത്തത് സൺഡ്രി ഡെപ്റ്റേഴ്സ് 47,000. സൺഡ്രി ഡെപ്റ്റേഴ്സ് അണ്ടർ വരുന്നത് സൺഡ്രി ഡെപ്റ്റേഴ്സ് തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്ക് തിയറി പഠിച്ചിട്ടുണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തിട്ട് പോകുന്നത്. എമൗണ്ട് വരുന്നത് 47,000. അടുത്തത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഓടി എന്നാണ് കേട്ടോ അണ്ടർ വരിക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അണ്ടർ ബാങ്ക് ഓടി കേട്ടോ, ബാങ്ക് അക്കൗണ്ട് അല്ല, ബാങ്ക് ഓടിയാണ്. എമൗണ്ട് വരുന്നത് 12,000. ഇനി അടുത്തത് ലാസ്റ്റ് വൺ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് അണ്ടർ വരുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സ്, എമൗണ്ട് വരുന്നത് 28,000. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇനി ക്യാഷ് ഇൻ ഹാൻഡ് കൊടുക്കാനുണ്ട്, അത് നമ്മൾ ആൾട്ടർ ചെയ്തിട്ട് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് കാണുന്നില്ല, ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ കൊടുത്തിട്ടില്ല, അത് കൊടുക്കാനുണ്ട്. അതെങ്ങനെയാണ് കൊടുക്കാന്ന് നമുക്ക് നോക്കാം. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് അതുകൂടെ നോക്കാം. അപ്പൊ ടോട്ടല് നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടോട്ടല് 2,60,000
1400 നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ടാലി എടുക്കാം, എന്നിട്ട് ഇത് സേവ് ചെയ്യാം. കൺട്രോൾ ചെയ്യാൻ എടുക്കാം, അല്ലെങ്കിൽ പറ്റും. നമ്മൾ എസ്കേപ്പ് അടിക്കാം, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക, എന്നിട്ട് ആൾട്ടർ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൾട്ടർ പോയിട്ടാണ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്കും കൊടുക്കാൻ പോകുന്നത്. അത് എങ്ങനെ കൊടുക്കുന്നത് നോക്കാം. ആൾട്ടറിൽ പോവാം, ലെഡ്ജർ എടുക്കാം, ക്യാഷ് ടൈപ്പ് ചെയ്യാം, ക്യാഷ് വരും. എന്നിട്ട് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ അടിച്ചിട്ട് വരിക. ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ഇതിന്റെ അണ്ടർ വരിക. ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് 1130. 1130 ഡെബിറ്റ് ആണ്. സേവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കൊടുക്കാനുള്ള ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലെഡ്ജർ ക്രിയേഷനിലെ നെയിം, ഓപ്പണിംഗ് സ്റ്റോക്ക്, അതേപോലെ അണ്ടർ സ്റ്റോക്കിൻ ആൻഡ് പിന്നെ ഓപ്പണിംഗ് ബാലൻസ് 1/4/2013, പിന്നെ 30,000 നമ്മൾ നേരത്തെ കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ കാണാൻ പറ്റും ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അവിടെയാണ് ക്ലോസിംഗ് ബാലൻസ് കൊടുക്കാൻ പോകുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, സ്റ്റോക്കിൻ ആൻഡ് പിന്നെ ഓപ്പണിംഗ് ബാലൻസിന്റെ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് എന്നുള്ളത് 1/4/2013 ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ്. അതിന്റെ എൻഡിങ് വരുന്നത് 31/3/2014 ആ ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ 12,000 ആയിരുന്നു ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത്, അതും ഇവിടെ കൊടുത്തു. ഇത്രയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് സേവ് ചെയ്യുക. ഇത്രയാണ് അതിൽ ചെയ്യാനുള്ളത്. ക്ലോസിംഗ് ബാലൻസ് അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങനെയാണ് കൊടുക്കാനുള്ളത്. അത് സേവ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ, ഇതിൽ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ ട്രയൽ ബാലൻസ്. അപ്പൊ നമുക്ക് ഇതുപോലൊരു ട്രയൽ ബാലൻസ് എന്നുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അതില് ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ ലോൺസ്, പിന്നെ കറന്റ് ലയബിലിറ്റി, ഫിക്സ്ഡ് അസറ്റ്, ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, നമ്മൾ ചെയ്ത എല്ലാം ഓപ്പണിംഗ്, അഡ്വർടൈസ്മെന്റ് അതേപോലെ എല്ലാം നമുക്ക് അതുപോലെ ഒരുപോലെ തന്നെ വരും. അപ്പൊ അതിൽ നമുക്ക് എമൗണ്ട് കിട്ടിയോന്ന് നോക്കാം. ഇപ്പൊ കണ്ടോ, നമുക്ക് എമൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് മാച്ച് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വന്നത് നമുക്ക് കറക്റ്റ് ആണോ, ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാട്ടോ. ഈ ഒരു എമൗണ്ട് വരണം നമുക്ക്. അപ്പോഴാണ് നമ്മൾ ചെയ്ത ഇത് തെറ്റാണോ ശരിയാണോ നമുക്ക് മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എമൗണ്ട് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ട്രയൽ ബാലൻസ് നോക്കിയിട്ട് നമ്മുടെ ആൻസർ നമുക്ക് അതന്നെ കിട്ടിയിട്ടുണ്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഡെബിറ്റും അതേപോലെ ക്വസ്റ്റ്യനെ നോക്കിയിട്ട് ഡെബിറ്റ് സൈഡ് ഇവിടെ തന്നിട്ടുണ്ടാവും. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ നമ്മൾ ആൻസർ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് എടുക്കുക. ഒന്നുകൂടെ എസ്കേപ്പ് അടിക്കാം, ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റ് ക്ലിക്ക് ചെയ്യാം. അതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്നാൽ ലയബിലിറ്റി സൈഡ് അതേപോലെ അസറ്റ് സൈഡും വരും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ടാലിയിൽ ബാലൻസ് ഷീറ്റ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ ലോൺസ് ആൻഡ് ലയബിലിറ്റി, കറന്റ് ലയബിലിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റി ആണെങ്കിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അസറ്റ് സൈഡിലും കാണിക്കും കേട്ടോ. അപ്പോൾ അസറ്റ് സൈഡിൽ വരുന്നത് ഫിക്സഡ് അസറ്റ് അതുപോലെ കറന്റ് അസറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓരോന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ക്യാപിറ്റലും അതുപോലെ ഡ്രോയിങ്സ് ഒക്കെ കാണുന്നില്ലേ. കാരണം ആ ഒരു ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ 12,000 വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കണമെന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഗ്രൂപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതും എക്സ്പാൻഡ് ചെയ്ത് കാണിക്കണമെങ്കിൽ Alt F5 കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ അതിൽ കാണിക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് കാണിച്ചു തരാം. അതിൽ കാണിക്കുന്നില്ലേ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് വന്നത് 36,000 ആയിരുന്നു. അതിൽ നമ്മൾ ഡ്രോയിങ്സ് കൊടുത്തു 12,000. അപ്പൊ അത് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇപ്പൊ നമുക്ക് ക്യാപിറ്റലായിട്ട് കിടക്കുന്നത്. അതേപോലെ ലോൺസ് ആൻഡ് ലയബിലിറ്റി, കറന്റ് ലയബിലിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കറക്റ്റ്ലി ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഫിക്സഡ് അസറ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത ബിസിനസ് പ്രീമിസസ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കറന്റ് അസറ്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ കറന്റ് അസറ്റിലാണ് വരിക. അപ്പൊ ഏതിലൊക്കെയാണ് വരുന്നത് അതേ ഇതിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് തന്നെയല്ലേ എന്ന് നോക്കുക കേട്ടോ. ഇതിന്റെ ആൻസർ വരുന്നത്, ബാലൻസ് ഷീറ്റിന്റെ എമൗണ്ട് വരുന്നത് 98,730 ആണ്. അപ്പൊ അത് കറക്റ്റ് തന്നെയല്ലേ നോക്കുക. പിന്നെ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. ഓപ്പൺ ചെയ്യാം.
പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇതേപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് അക്കൗണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, പിന്നെ അതുപോലെ സെയിൽസ് അക്കൗണ്ട്, റൈറ്റും ലെഫ്റ്റും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ രണ്ട് സൈഡിലും, ഒരു സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും, ഒരു സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ്. ഇതും എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾട്ട് F ഇതൊക്കെ കൊടുത്താൽ എക്സ്പാൻഡ് ചെയ്ത് വരും കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് കാണാൻ പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പൊ 46,200 പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എമൗണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും ഇതേ എമൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പൊ ഈ ഒരു എമൗണ്ട് തന്നെ കറക്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ തെറ്റിയിട്ട് അങ്ങനെ റെഡി ആക്കിയിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയാണ് ലെഡ്ജർ ക്രിയേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ലെഡ്ജർ ക്രിയേഷൻ ഈ ഒരു പ്രോബ്ലം മാത്രമല്ല, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ സെൻഡ് ചെയ്ത് തരും. എന്നിട്ട് അതിന്റെ റിപ്പോർട്ട്സും സെൻഡ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും.